ഹലോ, എല്ലാ കൂട്ടുകാർക്കും സുഖമല്ല. എല്ലാവരും ഒന്ന് വന്നേ. നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വന്നിരിക്കുന്നു. ഇപ്പം എന്നാണെന്നറിയോ, 1 പാൻ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു വെറൈറ്റി ആയിട്ട് നോക്കട്ടെ എങ്ങനെ ആകുമെന്ന്. നമുക്ക് നോക്കാവേ. അതിനായിട്ട് ഒരു പാൻ ആവശ്യമാണ്, 3 മുട്ട ആവശ്യമാണ്, പഞ്ചസാര പൊടിച്ചത്, കൊക്കോ പൗഡർ, മൈദ, പിന്നെ പാല്, പിന്നെ ഒരു പിഞ്ച് ഉപ്പ് വേണം. ഇത്ര സാധനം മതി. പിന്നെ എണ്ണ. ഇതുകൊണ്ട് നമുക്കിപ്പോൾ തുടങ്ങിയാലോ? ഓക്കെ. അപ്പോൾ എല്ലാ മക്കളും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇങ്ങോട്ടൊന്ന് തന്നെ നമുക്ക് നോക്കാം. ഒന്നിച്ചുകൊണ്ട് ഉണ്ടാക്കാം. 3 മുട്ട ആദ്യം പൊട്ടിച്ചൊഴിക്കുകയാണ്. നമ്മൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര, പൊടിച്ച പഞ്ചസാര 1/4 കപ്പാണ് കേട്ടോ, അതിനകത്തോട്ട് ഇടുകയാണ്. കൊക്കോ പൗഡർ 1/4 കപ്പിന് 1 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. നമുക്ക് 3/4 കപ്പ് മൈദ ഇടാണ്. മൈദ എണ്ണ ഒഴിച്ച് അതേ കപ്പിൽ തന്നെയാണ് പാലെടുക്കുന്നത് കേട്ടോ. 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിനകത്താണ് പാലും കൂടി എടുക്കുന്നത്. ഒരുപാട് പാലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഉപ്പ്, ഒരു പിഞ്ച് ഉപ്പിടുകയാണ്. മധുരമുള്ള എല്ലാ സാധനത്തിലും ഉപ്പ് വേണം. ഉപ്പാണല്ലോ ബാലൻസ് ചെയ്യുന്ന സാധനം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയാണ് ഇടാൻ പോകുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ബേക്കിംഗ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ബേക്കിംഗ് സോഡ. ഇനി നമ്മൾ അടുത്തായിട്ട് ഒഴിക്കാൻ പോകുന്നത് വാനില എസൻസ്. ഒരു സ്വല്പം മതി കേട്ടോ, അത് കൂടിപ്പോയാലത് ടൈപ്പാവും. ഉണ്ട്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മളിത് ഇളക്കി നല്ലൊരു പരുവത്തിലാക്കി വെച്ചിരിക്കുക. ഇനി ഇത് 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്യാൻ പോവാണ്. നമ്മുടെ കേക്ക് റെഡിയായി അടുത്ത വെച്ചിരിക്കുകയാണ്. ഒരു 20 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റ് നമ്മൾ വെക്കണം. അത് സിമ്മേലാണ് വെച്ചിരിക്കുന്നത്. അത് വേഗത്തെ സമയത്തേക്ക് നമുക്ക് വേറൊരു സാധനം ഉണ്ടാക്കാം. ഇതിൻ്റെ പുറത്ത് ഒഴിക്കാനായിട്ട് ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. അതാണ് ഗണാശ്, ചോക്ലേറ്റ് ഗണാശ് എന്ന് പറയും. അതിനാവശ്യമായ മൈദ അത് അവരവരുടെ ഇഷ്ടത്തിന് ആവശ്യത്തിന് എടുത്തോണം. അതിന് പ്രത്യേകിച്ച് കണക്കൊന്നും പറയുന്നില്ല. പിന്നെ മധുരം എല്ലാവരുടെ ഷുഗർകാരാണല്ലോ കൂടുതലും. അപ്പോൾ ഷുഗർകാർക്കനുസരിച്ച് അവരും അത് മധുരം അതുപോലെ അവരവരുടെ ആവശ്യത്തിന് എടുത്തോണം കേട്ടോ. അപ്പോൾ ഓക്കെ. ഇപ്പം നമുക്ക് ഗണാശ ഉണ്ടാക്കി ഇതിൻ്റെ പുറത്ത് ഒഴിക്കാനായിട്ട് തുടങ്ങുവാണ്. ആവശ്യത്തിന് മൈദ, പിന്നെ പഞ്ചസാര പൊടിച്ചത്, അതും നമ്മൾ അവരവരുടെ ആവശ്യത്തിന്. പൊടിച്ച പഞ്ചസാര അതിനകത്ത് ചേർത്തിട്ടുണ്ട്. എന്നാൽ ഇതിനാവശ്യമായിട്ട് ഞാൻ 2 സ്പൂണ് പഞ്ചസാര എടുക്കുകയാണ്. പിന്നെ കൊക്കോ പൗഡർ, ഒരു പിഞ്ച് ഉപ്പ്. എല്ലാത്തിനും ഉപ്പ് വേണമല്ലോ. പിന്നെ വാനില എസൻസ്, അതും എല്ലാം ഒരു സ്വല്പം മതിയേ. കൂടിപ്പോയാൽ എല്ലാം അധികമായാൽ അമൃതം വിഷമെന്ന് പറയുന്ന പോലെ എല്ലാം നല്ലതാണ്, പക്ഷെ കൂടിപ്പോയാൽ എല്ലാം കുഴപ്പമാണ്. പിന്നെ പാല്, ഇനി മിക്സ് ചെയ്യാണ്. നമ്മുടെ കേക്കിൻ്റെ പുറത്ത് ഒഴിക്കാനുള്ള ഗണാശ നമ്മൾ കുറുക്കുവാണ്. അമ്മച്ചിമാരൊക്കെ അവർക്ക് ഇതർത്ഥമായി ഗണേശനല്ല ഗണാശ്. ലോ ഫ്ലെയിമിലിട്ട് വേണം കുറുക്കാൻ. നമ്മൾ കപ്പി കാച്ചുമ്പോഴൊക്കെ കുറുക്കിയെടുക്കുമല്ലോ, അതുപോലെ തന്നെ ഉള്ളു ഇത് കുറുക്കിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കട്ട കെട്ടിപ്പോകും. ഈസിയാണ് കേട്ടോ. ഇതെല്ലാം ഉണ്ടാക്കാൻ വളരെ ഈസിയുള്ള കാര്യമാണ്. പെട്ടെന്ന് പിള്ളേർക്കൊക്കെ
ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സാധനം. എപ്പോഴും മറ്റുള്ള കേക്കുകളൊക്കെ എല്ലാം തിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം മടുത്ത് കിടക്കുമല്ലേ. അപ്പം പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ പിള്ളേരെയൊക്കെ തൃപ്തിപ്പെടുത്താമല്ലോ. ഇപ്പോൾ അവധിക്കാലമല്ലേ, എന്നാ ചെയ്യാൻ, എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ. അതുണ്ടാക്കി ഇതുണ്ടാക്കുന്നൊക്കെ പിള്ളേർ പറയുമ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നത്. ഇപ്പോൾ കൈ കിട്ടുന്നതൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കാം. അതിനുവേണ്ടി ഇത് കുറുക്കിയിട്ടിനി ഇതിൻ്റെ മേളിലോട്ട് ഒഴിക്കാൻ പോവുക. കണ്ട നമ്മുടെ ഗണാശയൊക്കെ കുറുക്കിയെടുത്ത് നല്ല ഭംഗിയായി. കണ്ട കുറുക്കിയെടുത്ത്. ഇനിയിപ്പം അതുപോലെ കേക്കും പാകമായിട്ടുണ്ട്. കണ്ട ഒരു പാനിൽ തന്നെ എല്ലാം ഉണ്ടാക്കുന്നതിന് 1 പാൻ കേക്ക് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഇനി നമ്മളതിൻ്റെ മുകളിലത്തെ ഇനി ചോക്ലേറ്റ് എടുത്ത് വെക്കാൻ പോവാണ്, കാണിക്കാം. അപ്പം കണ്ട നമ്മുടെ കേക്ക് റെഡിയായി. ഇനി ഇതിൻ്റെ പുറത്തോട്ട് നമ്മളിപ്പോൾ കുറുക്കി വെച്ചില്ലേ, ആ കുറുക്കി വെച്ച സാധനം ഒഴിക്കാൻ പോവാണേ. ഇനി ഇതിൻ്റെ പുറത്തോട്ട് ചോക്ലേറ്റ് ഉരുക്കിയത് ഒഴിക്കാൻ പോവാണ്. ചോക്ലേറ്റ് നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ട്. കണ്ട അപ്പം നമ്മൾ 1 പാൻ കേക്ക് റെഡിയായി. സൂപ്പറല്ലേ? എല്ലാവരും കണ്ടല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാം എളുപ്പം ഉണ്ടാക്കാവുന്ന പരിപാടി ഇതൊക്കെ, ഈസി ആയിട്ട്. ഓക്കെ, ബൈ ബൈ.